ഇതിപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ കാര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പണി എന്താ വെച്ചാൽ 4-5 സ്പോക്കറ്റ് ഷാഫ്റ്റ് ഞാൻ ഈ കഴിഞ്ഞ മാസം മാത്രം മാറ്റി. അതായത് FZ V3, എക്സ്പൾസ്, കരിസ്മ അങ്ങനെയുള്ള വണ്ടികളിൽ സ്പോക്കറ്റ് ഷാഫ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കംപ്ലയിൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ചെയിൻ ടൈറ്റ് ആക്കുന്ന സമയത്ത് 30 to 40 mm ഫ്രീ പ്ലേ വെക്കണം. ഇല്ലെങ്കിൽ ചെയിന് ഓവർ ടൈറ്റായിട്ട് സ്പോക്കറ്റ് ഷാഫ്റ്റിലേക്കാണ് ഫുൾ അതിൻ്റെ ഡ്രൈവ് പോവുക. അപ്പോൾ ഇത് ടൈറ്റ് ആകുന്ന സമയത്ത് അതിന് നല്ലൊരു തേയ്മാനം വരും. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ കണ്ട സ്പോക്കറ്റ് ഷാഫ്റ്റ് കട്ടായത്, ഇതിപ്പോൾ ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്ത പോലെ ഉണ്ടല്ലേ നടുവിൽ. ഇപ്പോൾ ഈ വണ്ടി സ്ട്രൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് കണ്ടേ, ഈ ചെയിൻ്റെ ലൂസ്, ഇത്രയും ലൂസ് കാണിക്കുന്ന ഈ ചെയിന്, ഇത്രയും ലൂസില്ലേ, ലൂസ് കാണിക്കുന്ന ചെയിന് ബാക്കിൽ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ ടൈറ്റായി, പ്ലേ കുറഞ്ഞ് കണ്ടാ, ടൈറ്റായി, ലൂസായി, ടൈറ്റായി. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളൊരു റീസൺ. പറ്റുമെങ്കിൽ ഷോക്ക് അബ്സറിലും കംപ്ലൈൻ്റ് ആയ വണ്ടി പെട്ടെന്ന് ഷോക്ക് അബ്സർ മാറ്റുക. ഷോക്ക് അബ്സർ കംപ്ലൈൻ്റ് ഉള്ള വണ്ടി പെട്ടെന്ന് ഷോക്ക് അബ്സർ മാറ്റുക. പിന്നെ ചെയിൻ സ്പോക്കറ്റ് പോയിട്ടുണ്ടെങ്കിൽ അതും പെട്ടെന്ന് റീപ്ലേസ് ആക്കുക. പിന്നെ ചെയിൻ ടൈറ്റായി കഴിഞ്ഞാൽ എപ്പോഴും ചെക്ക് ചെയ്യുക 30 to 40 mm ഫ്രീ പ്ലേ ഉണ്ടാകും. ഓക്കെ.